ബോബി ചെമ്മണ്ണൂർ മലയാളികളെ വലിയ രീതിയിൽ പറ്റിച്ചിട്ടുണ്ട്. അത് നമ്മൾ അങ്ങ് മനസ്സിലാക്കണം. സന്തോഷ് പണ്ഡിറ്റ് പോലൊരു കഥാപാത്രം ഉണ്ടായില്ലേ, നമ്മൾ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അയാളെ. അതിൽ ഇത്രയും അശ്ലീലം കേട്ടോ, അല്ലല്ല അങ്ങനെ ഒരു ഇത്രയും ഈ രീതിയിലുള്ള ആളാണ്. പിന്നെ അയാൾക്ക് ചില എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, ഒരു മാനസികമായിട്ടുള്ള എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരാളായിട്ടൊക്കെയാണ് ഞാൻ അയാളെ മനസ്സിലാക്കിയിട്ടുള്ളത്. അയാൾ ഒരു അസഭ്യമോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അത് വളരെ പെട്ടെന്ന് മലയാളി തിരിച്ചറിഞ്ഞു. പക്ഷേ ബോബി ചെമ്മണ്ണൂരെ പിടികിട്ടിയിട്ടില്ല. അതാണ് നിങ്ങൾക്ക് നേരത്തെ അനാവശ്യമായി അവിടെ ചർച്ചയ്ക്കിടയിൽ എന്റെ പേര് ഉപയോഗിക്കുകയാണ്. അതായത് അങ്ങനെ ഒരു ലൈക്കും ഷെയറിനും വേണ്ടിയിട്ടാണ് ഈ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന വ്യക്തി അങ്ങനെ ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു മാനസിക നില അത്ര നല്ലതല്ല എന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും അദ്ദേഹം ഒരു ഡോക്ടറോ ഞാനിപ്പോൾ മാനസിക നില കൂടിയിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഏതായാലും പോയിട്ടില്ല. വേറെ ആരെങ്കിലും കാര്യം പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല. എനിവേ ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞ തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ നമുക്ക് മാനസിക നില അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ സാധാരണ ഇതിൽ ഒരു ഡോക്ടറെ അടുത്ത് സമീപിക്കും. ചിലപ്പോൾ ഞാൻ ഇയാളുടെ തന്തയുടെ അടുത്ത് ഞാൻ ചിലപ്പോൾ ചെന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഇടാ സന്തോഷ് പണ്ഡിറ്റൊക്കെ എന്റെ പേഷ്യന്റ് ആട്ടാ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ആ സത്യം മനസ്സിലാക്കുന്നു. ഇദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു. ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛൻ അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഇത് പഠിച്ച ആളോ ആവണമെന്നില്ല. ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ അച്ഛൻ. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ തന്തയുടെ അടുത്ത് ഞാൻ ചെല്ലുന്നു, ചേട്ടാ എന്റെ മാനസികാരം മോശമാണെന്ന് പറയുന്നു. ഇദ്ദേഹം മകനോട് പറയുന്നു, ഈ മകൻ ഈ ഉണ്ണി ബാലകൃഷ്ണനോട് പറയുന്നു. ഇത് മനസ്സിലാക്കുന്ന അദ്ദേഹം ഇപ്പോൾ പറയുന്നു സന്തോഷ് പണ്ഡിറ്റ് മാനസിക നില അത്ര ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും ഇതിനൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തരണം എന്നാണ് എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത്. നിങ്ങളിൽ വല്ല നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തുനിന്നോ അച്ഛൻ്റെ അടുത്തുനിന്നോ ഒരു തെളിവുമായി തരണം ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇനി